എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സ്വന്തം ഫാമിലി മെൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഏതറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് സർവീസിനെ പറ്റിയിട്ടും അവരെ ഇൻഷുർ ക്ലെയിം കിട്ടാതിനെ പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ് നമുക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 45,000 കിലോമീറ്റർ അടിപൊളിയായിരുന്നു. പക്ഷേ 50,000 കിലോമീറ്റർ സർവീസിന് ഞാൻ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സഞ്ചാരിലെ സർവീസിന് പോയ സമയത്ത് എനിക്കുണ്ടായ വല്ലാതൊരു ഫീലിംഗ് ചെയ്യുന്ന അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അതായത് 50,000 കിലോമീറ്റർ സർവീസിന് പോയ സമയത്ത് അവിടെ സ്റ്റാഫിൻ്റെ കുറവ് വല്ലാതെ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങളോട് സിമ്പിളായിട്ട് സൂചിപ്പിക്കുക, അവരെ അത്രമാത്രം വല്ലാത്ത രീതിയിൽ എന്ത് സംഭവിച്ചു പോയി എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു. ഏതറിൻ്റെ അവിടുത്തെ ആ സർവീസ് സെൻറ്ററിലെ സ്റ്റാഫും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളും ഒന്ന് ശരിക്ക് ചിന്തിച്ചേ പറ്റൂ. കാരണം ഇനി വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തം നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് സർവീസ് ചെയ്താൽ എത്രമാത്രം വൃത്തിയാവൂലെ. പക്ഷെ ആ സർവീസ് പോലും, വാട്ടർ സർവീസ് പോലും ഒരു രീതിയിൽ പോലും അത് ക്ലിയർ ആയിട്ടില്ല എന്നത് രണ്ടാമത്തെ പോയിന്റ്. അതുപോലെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ കുറച്ച് സാധാരണ രീതിയിൽ ചെറിയ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ നെറ്റ് ബോൾട്ടൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതുപോലും അവർ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പല രീതിയിലും സർവീസ് വളരെ മോശമായിരുന്നു. മറ്റൊരു കാര്യം, അവിടെ ഒരുപാട് വണ്ടികൾ അവിടെ ഓൾറെഡി ക്ലെയിം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മാസങ്ങളോളം 1, 2, 3 മാസങ്ങളൊക്കെയാണ് ഓരോ വണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നത്. കാരണം ഒരു സൈഡിൽ ഏതെങ്കിലും ഭാഗം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ആ സൈഡ് ഭാഗം ഒന്നെങ്കിലും ഒന്ന് മാറ്റി ക്ലിയർ ആക്കണമെങ്കിൽ അവിടുത്തെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇൻഷുറാർ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ കൂടുതൽ അവിടെ നിന്ന് പല ആളുകളും പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ളൊരു ഇൻഷുറുകാർ എന്തിനാണ് ഇവർ ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് ഓരോ വർഷം കൃത്യമായിട്ട് നല്ല വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇൻഷുർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പോലും കൃത്യമായിട്ട് ഇൻഷുർ കൊടുക്കാനോ അത് ക്ലെയിം ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് വണ്ടി കൊടുക്കാനോ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ആരോടാണ്, ഇതെന്താ വള്ളരിക്കപ്പെട്ടതാണോ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി ചിന്തിച്ചേ പറ്റൂ. അതുപോലെ തന്നെ സർവീസ് പക്ക ക്ലിയർ ആക്കേണ്ടതുണ്ട്. സ്റ്റാഫിൻ്റെ കുറവുകൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ സർവീസ് ചെയ്താൽ ഒരു കസ്റ്റമർക്ക് വളരെ നല്ല രീതിയിൽ തൃപ്തി വരുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റി ചിന്തിച്ചേ പറ്റൂ. ഈ തിരുത്തിൽ നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നത് നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും 45,000 കിലോമീറ്റർ വളരെ നല്ല സർവീസ് ആയിരുന്നു. ഇപ്പം അങ്ങോട്ട് വളരെ മോശമായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോലും ഇത്തരം രീതിയിലെ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഏതറിൻ്റെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സഞ്ചാരിലെ സർവീസ് സെൻറ്ററിലെ അവിടുത്തെ മാനേജറും അവിടുത്തെ സ്റ്റാഫുകളും ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. പിന്നൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 45,000 കിലോമീറ്റർ വരെ ഏതർ ജനത്രിയെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ നല്ല അഭിപ്രായം പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതേ എന്നെ കൊണ്ട് തന്നെ ഏതറിൻ്റെ ആ സർവീസ് സെൻറ്ററിൽ പോയ സമയത്ത് എനിക്കുണ്ടായ നെഗറ്റീവായ ഒരു ഫീലിംഗ്, ആ ഒരു ബുദ്ധിമുട്ടും അത് നിങ്ങളെ മുന്നിലേക്ക് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റി അവർ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കണ്ണരി. ഗുഡ് ബൈ.